നമ്പൂതിരിപ്പാടിന്റെ പൂണൂൽ പുറത്തല്ല അകത്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. CPM-ലെ ഹിന്ദു നാമധാരികളെ മുസ്ലിം വിദ്വേഷികളായി ചിത്രീകരിക്കാൻ ചാപ്പകുത്താൻ കുറെ കാലമായി സി ദാവൂദും മീഡിയ ഒന്നും ജമായത്തെ ഇസ്ലാമിയും ശ്രമിച്ചു വരികയാണ് എന്നറിയാമല്ലോ. അതിനവർ പല കള്ളക്കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വാഴക്കാട് പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനത്തിൽ സി ദാവൂദ് അവതരിപ്പിച്ച കള്ളക്കഥകളിലൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ ന്യൂസ് ബുള്ളറ്റ് കേരള തുറന്നു കാട്ടിയിരുന്നു. EMSനെ മുസ്ലിം വിദ്വേഷിയാക്കാൻ അതേ പ്രസംഗത്തിൽ സി ദാവൂദ് അവതരിപ്പിച്ച നുണയും അതിന്റെ വസ്തുതയുമാണ് ഈ വീഡിയോയിലെ വിഷയം. ആദ്യം നമുക്ക് സി ദാവൂദിന്റെ വാക്കുകൾ കേൾക്കാം. ആ വിവാദ കാലത്ത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രയോഗമുണ്ട്. ഈ പറയുന്ന നമ്മൾ ഇന്നിപ്പോൾ പറയുന്ന ഹിന്ദുത്വ മാർക്സിസം എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിനെ ഇത്ര മനോഹരമായി വ്യാഖ്യാനിച്ചൊരു മനുഷ്യനില്ല. നമ്പൂതിരിപ്പാടിന്റെ പൂണൂൽ പുറത്തല്ല അകത്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത്രയും ആഴമുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകൻ നടത്തിയിട്ട് എൻ്റെ അറിവിലില്ല. അകത്താണ്, നമ്പൂതിരിപ്പാടിന്റെ അകത്താണ് പൂണൂൽ, നമ്പൂതിരിപ്പാടിന്റെ മേലെ നോക്കി നമ്മൾ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ദാവൂദ് തന്റെ ഇഷ്ട വിഷയത്തിലേക്ക് വരികയാണ്. ആ വിവാദ കാലത്ത് അങ്ങനെ ഒരു വിവാദം അറബി മുൻഷിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതേ ഇല്ലെന്നും അറബി മാഷന്മാരെ നിയമിച്ചതും അവരെ ഭാഷാധ്യാപകരായി പ്രൊമോട്ട് ചെയ്തതും 1ഉം 2ഉം EMS സർക്കാരുകളായിരുന്നു എന്നും നാം കണ്ടു. അക്കാലത്ത് നമ്പൂതിരിപ്പാടിന്റെ പൂണൂൽ പുറത്തല്ല അകത്താണ് എന്ന് CH മുഹമ്മദ് കോയ പറഞ്ഞു അത്രേ. അത് ആഴമുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണത്രേ. EMSനെ കുറിച്ച് CH അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതേതു സന്ദർഭത്തിൽ എന്നൊക്കെ സി ദാവൂദാണ് ഇനി വിശദീകരിക്കേണ്ടത്. നമുക്ക് ഈ സന്ദർഭത്തിൽ പ്രസക്തമായ മറ്റൊരു വീഡിയോ കാണാം. ശരീഅത്ത് വിവാദമൊക്കെ ഒന്ന് അടങ്ങിയ സമയമാണ്. അപ്പോൾ EMSനെ ഒരു സമുദായ വിരുദ്ധനായി ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്ന സമയമാണ്. അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം. അതിപ്പോൾ EMS രണ്ട് തവണ കേരളം ഭരിച്ച കാലത്ത് മുസ്ലിം സമുദായത്തിനെതിരായി കൊണ്ടുവന്ന ലെജിസ്ലേഷൻ എന്തൊക്കെയാണ് എന്ന് പഠിക്കാൻ കൂട്ടത്തിലേറ്റവും യങ്ങായ ഒരാൾ നിങ്ങൾക്ക് എനിക്കത് താല്പര്യം ഉണ്ടാവും. മാത്രമല്ല ഞാനാണ് മുസ്ലിം ലീഗിന് അനുകൂലമായ പൊളിറ്റിക്കൽ ബേസുള്ള ഈ തലമുറ, ഈ ജനറേഷനിൽ വന്നയാൾ. അതുകൊണ്ട് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. പക്ഷേ ആ വിശ്വാസം എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. ഞാൻ 2-2.5 മാസത്തോളം എല്ലാ സംഗതികളും ആനുകൂല്യങ്ങളൊക്കെ തന്നിരുന്നു കേട്ടോ, വലിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നിരുന്നു. അപ്പോൾ അവിടെ പോയി ഞാൻ നിയമസഭാ ലൈബ്രറിയിൽ ഇരുന്ന് ഉറക്കളച്ച് കണ്ട് EMSൻ്റെ കാലത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി എങ്ങനെയെങ്കിലും ബാധിക്കുന്ന എല്ലാ ലെജിസ്ലേഷനും എടുത്തു വന്ന് ഫോട്ടോ കോപ്പിയൊക്കെ എടുത്തു കൊണ്ടുവന്ന് രാത്രി പുലരുവോളം റൂമിലിരുന്ന് ഞാൻ നോക്കിയിട്ട് മറിച്ചും തിരിച്ചും നോക്കിയിട്ട് മുസ്ലിങ്ങൾക്കെതിരായ ഒരു സാധനവും കണ്ടു കിട്ടിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇനി എന്ത് ചെയ്യണം? ഒന്ന് കണ്ടു കിട്ടിയാൽ ബാക്കി നമുക്ക് ഭാവന വെച്ച് എഴുതാം. ഒന്നും കണ്ടു കിട്ടില്ല എന്നുള്ള സത്യം. മുസ്ലിം ലീഗ് നേരിടുന്നൊരു വലിയ ചലഞ്ച് അതാണ്. EMSനെതിരെ ഇവർ എന്തൊക്കെ പറയുമ്പോഴും ഞാൻ ഈ 84 നിയമങ്ങളുടെ കോപ്പി എടുത്തു വെച്ചു. ഡീറ്റെയിൽസ് വായിച്ചു നോക്കുമ്പോൾ 84 മുസ്ലിങ്ങൾക്ക് അനുകൂല. അതുകൊണ്ട് ഞാനത് മാറ്റിവെച്ചു. ഞാൻ മാസിസ് മൗലവിയോട് പോയി പറയുന്നതിന് മുമ്പ് ഞാൻ ഈ സാധനം എഴുതി. ഞാൻ വിചാരിച്ചു എന്ത് വന്നാലും വേണ്ടിയില്ല. ഒന്നാമത് ചെറുപ്പമാണ്, അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള വിശ്വാസമുണ്ട്. ചന്ദ്രികയിൽ തുടരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല. അന്ന് കഴിയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഏതോ ഒരു പാതിരാത്രിയിൽ. അപ്പോൾ ഞാൻ ആസിസ് മൗലവിയോട് ചെന്ന്, സാറേ എനിക്കിത് സാറ് പറഞ്ഞത് സോറി, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാനത് ചെയ്തു വന്നപ്പോൾ വേറൊന്നാണ്, ചന്ദ്രികയിൽ കൊടുക്കാൻ എന്നാലും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. കൊടുത്തപ്പോൾ ഞാൻ എഴുതിയ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: വാളയാർ ചുരത്തിനപ്പുറത്ത് പുഴുക്കളെപ്പോലെ ജീവിക്കുന്ന മുസൽമാൻ മലയാള മണ്ണിൽ അന്തസ്സുള്ള മനുഷ്യരായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ അന്തസ്സിന് ലോകാവസാനം വരെ ഒരു മനുഷ്യനോട് കേരളം കടപ്പെട്ടിരിക്കുന്നു. അത് ഏലംകുളം മനക്കല ശങ്കരൻ നമ്പൂതിരിപ്പാടിനോടാണ്. ഇത് പക്ഷേ അസീസ് മൗലവി എന്നോട് പറഞ്ഞു, നല്ല മനുഷ്യനായിരുന്നു, പട്ട് പോലത്തെ മനുഷ്യനായിരുന്നു. എന്നോട് പറഞ്ഞു, ഇങ്ങനെ കണ്ണ് ഏതാണ്ട് ഇങ്ങനെ തള്ളിയിട്ട് ആ ഇരിപ്പുണ്ട്. അദ്ദേഹം കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ എൻ്റെ കൈ കൊണ്ട് നിന്നെ പുറത്താക്കാൻ വയ്യ, നീ ഒരു കാര്യം ചെയ്തോ, ലീവ് എടുത്ത് പോ, നീ വല്ല PSC എഴുതിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഏതൊക്കെ എഴുതിയിട്ടുണ്ട് സാർ എന്നും പറഞ്ഞു. എങ്ങനെയുണ്ട്? ഈ വീഡിയോയിൽ നാം കണ്ടത് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ സബ് എഡിറ്ററായി ജോലി ചെയ്തിരുന്ന AP അഹമ്മദിനെയാണ്. അക്കാലത്ത് അദ്ദേഹം മുസ്ലിം ലീഗുകാരനായിരുന്നുവെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. EMSനെ മുസ്ലിം വിരുദ്ധനാക്കാൻ ചന്ദ്രിക മുസ്ലിം ലീഗുകാരനായിരുന്ന സബ് എഡിറ്റർ AP അഹമ്മദിന് ഒരു അസൈൻമെന്റ് കൊടുത്തു. 1ഉം 2ഉം EMS മന്ത്രിസഭ കൊണ്ടുവന്ന നിയമങ്ങൾ പഠിച്ച് ആ നിയമങ്ങളിലെ മുസ്ലിം വിരുദ്ധത വെളിച്ചത്ത് കൊണ്ടുവരണം. അന്ന് ലീഗുകാരനായിരുന്ന AP അഹമ്മദ് നിയമസഭാ ലൈബ്രറിയിൽ പോയി EMS സർക്കാരുകൾ പാസാക്കിയ 84 നിയമങ്ങളും വായിച്ചു പഠിച്ചു. എന്നിട്ട് എഴുതിയ വിശകലനത്തിന്റെ ആദ്യ വാചകമാണ് നാം കേട്ടത്. വാളയാർ ചുരത്തിനപ്പുറത്ത് പുഴുക്കളെപ്പോലെ ജീവിക്കുന്ന മുസൽമാൻ മലയാള മണ്ണിൽ അന്തസ്സുള്ള മനുഷ്യരായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ അന്തസ്സിന് ലോകാവസാനം വരെ
ഒരു മനുഷ്യനോട് കേരളം കടപ്പെട്ടിരിക്കുന്നു. അത് ഏലംകുളം മനക്കല ശങ്കരൻ നമ്പൂതിരിപ്പാടിനോടാണ്. ചരിത്രം വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ വാളയാർ ചുരത്തിനിപ്പുറം മുസ്ലിങ്ങൾ അന്തസ്സോടെ ജീവിക്കുന്നതിന് കാരണം EMS സർക്കാരുകളാണ്, ആ സർക്കാരുകൾ പാസാക്കിയ നിയമങ്ങളാണ് എന്ന് ബോധ്യപ്പെടും. വായിൽ തോന്നുന്നത് മൗദൂദിപ്പാട്ടാക്കുന്ന ദാവൂദിന് EMS അകത്ത് പൂണൂൽ ധരിച്ച വെറും നമ്പൂതിരി മാത്രമാകും. EMSനെ കുറിച്ച് CH മുഹമ്മദ് കോയ ദാവൂദ് ഈ പറഞ്ഞതുപോലെ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എന്ന പുസ്തകത്തിന്റെ പേജ് 827 EMS തന്റെ മന്ത്രിസഭയിലെ സഹപ്രവർത്തകരായിരുന്ന CH അടക്കമുള്ള നേതാക്കളെ കുറിച്ച് ഇങ്ങനെ വിലയിരുത്തിയിട്ടുണ്ട് എന്ന് കാണാം. അന്ന് CH മുഹമ്മദ് കോയയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പും APM അഹമ്മദ് ഗുരികൾക്ക് പഞ്ചായത്ത് വകുപ്പുമാണ് കിട്ടിയത്. EMS പറയുന്നു, ഈ രണ്ട് വകുപ്പുകളുടെയും ഭരണം കയ്യിൽ കിട്ടിയ ലീഗ് മന്ത്രിമാരാകട്ടെ അത് ഉപയോഗിക്കുന്നതിന് അങ്ങേയറ്റം കഴിവുള്ളവരായിരുന്നു. നിയമനിർമ്മാണപരമായും ദൈനംദിന കാര്യനിർവഹണപരമായും ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്തതിന്റെ പ്രശസ്തി അവർ നേടി. അതുപയോഗിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളിലും മറ്റു ജനവിഭാഗങ്ങളിലും ലീഗിനുള്ള സ്വാധീനം മുമ്പെന്നത്തെയുംകാൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. CH മുഹമ്മദ് കോയയെയും അഹമ്മദ് ഗുരുക്കളെയും തികഞ്ഞ ബഹുമാനത്തോടെയാണ്, ആദരവോടെയാണ് അകത്ത് പൂണൂലിട്ട EMS ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത്. ഈ EMSനെ കുറിച്ച് CH മുഹമ്മദ് കോയ ദാവൂദ് പറഞ്ഞതുപോലൊരു പരാമർശം നടത്തിയെന്ന് തന്നെ വെക്കുക. എന്താണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? ദാവൂദ് സിദ്ധാന്തിക്കുന്നത് പോലെ അതൊരു ആഴമേറിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ, അതോ ഉള്ളിൽ ഒന്നാം തരം വംശീയ പക ഒളിപ്പിച്ചു നടന്ന തികഞ്ഞ വർഗീയവാദിയുടെ ജൽപ്പനമോ? കേവലം 4 കൊല്ലമേ EMS മുഖ്യമന്ത്രിയായി കേരളം ഭരിച്ചിട്ടുള്ളൂ. ആ സർക്കാരുകൾ ഒന്നും രണ്ടുമല്ല 84 നിയമങ്ങളാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി പാസാക്കിയത്. ആ നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് വാളയാർ ചുരത്തിനപ്പുറത്ത് പുഴുക്കളെ പോലെ കഴിഞ്ഞ മുസൽമാൻ മലയാള മണ്ണിൽ അന്തസ്സുള്ള മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്നത് എന്ന് നിരീക്ഷിച്ചത് എഴുത്തും വായനയും അറിയുന്ന ഒരു ലീഗുകാരനായിരുന്നു. വെറും 4 കൊല്ലം കൊണ്ട് മുസ്ലിങ്ങൾക്ക് അനുകൂലമായ 84 നിയമങ്ങൾ പാസാക്കിയ സർക്കാരിന് നേതൃത്വം കൊടുത്ത മനുഷ്യനെ അകത്ത് പൂണൂലിട്ട നമ്പൂതിരിയായി CH മുഹമ്മദ് കോയ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ദാവൂദിന്റെ ലക്ഷ്യം എന്താണ്? CPM-ലെ ഹിന്ദു നാമധാരികളായ മുഴുവൻ നേതാക്കന്മാരും പണ്ടേക്ക് പണ്ടേ മുസ്ലിം വിരുദ്ധരാണെന്ന് വരുത്തി തീർക്കാനുള്ള കുടില ബുദ്ധി. ഇതൊരു തുടർച്ചയാണ്. M സ്വരാജിനെ മുസ്ലിം വിരുദ്ധനാക്കിക്കൊണ്ട് തുടങ്ങിയ വിദ്വേഷ പ്രചരണമാണ് ഇപ്പോൾ EMS-ൽ എത്തി നിൽക്കുന്നത്. ശൈലജ ടീച്ചറിനെ മുസ്ലിം വിരുദ്ധയാക്കാൻ ശ്രമിച്ചു. പഴയ വണ്ടൂർ MLA കണ്ണനെ മുസ്ലിം വിരുദ്ധനാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഹിന്ദു പേരുള്ള CPM നേതാക്കളെ ഒന്നൊന്നായി തെരഞ്ഞുപിടിച്ച് മുസ്ലിം വിരുദ്ധരാക്കുന്ന അജണ്ടയ്ക്ക് ഉശിരി പകരാൻ ദാവൂദ് കണ്ടുപിടിച്ച പേരാണ് ചന്ദ്രസേനൻ എന്ന ഇല്ലാത്ത CPM MLA. ഒടുവിൽ അത് EMS-ലും എത്തി. ഇങ്ങനെ വംശീയ പകയുടെ വിദ്വേഷം പരത്താൻ കല്ല് വെച്ച നുണ പറയുന്നതിന് ഒരു ഉളുപ്പുമില്ലാത്ത ഒരു ഒന്നാന്തരം ഫ്രോഡാണ് ദാവൂദ് എന്ന് ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട ഈ പ്രസംഗത്തിലെ വെറും 2 ഉദാഹരണങ്ങൾ വീണ്ടും വീണ്ടും തെളിയിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിലെ മറ്റുദാഹരണങ്ങൾ നാം അടുത്ത വീഡിയോകളിൽ ചർച്ച ചെയ്യും. ദാവൂദ് ചാപ്പയടിച്ചാൽ CPM നേതാക്കളാകെ മുസ്ലിം വിരുദ്ധരാകുമോ എന്നത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനെ നുണകൾ അമ്മാനമാടുന്ന സൈദ്ധാന്തിക സർക്കസ് കളിച്ച് തന്റെ ഉള്ളിലെ വംശീയ വിദ്വേഷം മുസ്ലിങ്ങളിലാകെ കുത്തിവെക്കാൻ ദാവൂദിന് ഇപ്പോൾ മുസ്ലിം ലീഗ് വേദികൾ ധാരാളമായി കിട്ടുന്നുണ്ട്. ദാവൂദ് പറയുന്ന കല്ലുവെച്ച നുണകളുടെ ഇപ്പോഴത്തെ പ്രചാരകർ ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രമല്ല, മുസ്ലിം ലീഗുകാർ കൂടിയാണ്. ദാവൂദിന്റെ ലക്ഷ്യം വ്യക്തമാണ്. കേരളത്തിന്റെ ഹസനുൽ ബന്നയോ സയ്യദ് ഖുത്ബുവോ ആകണം. വംശീയ പക നിറയുന്ന തന്റെ തലച്ചോറിന്റെ അടിമകളായി മുസ്ലിം ലീഗുകാരാകെ മാറുന്നൊരു കാലം അയാൾ സ്വപ്നം കാണുന്നുണ്ട്. എന്തൊരു തമാശയാണിതെന്ന് നോക്കൂ. മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു, വലിയ നേതാവായിരുന്നു CH മുഹമ്മദ് കോയ. ആ CHനെ കുറിച്ചാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ലീഗുകാർക്ക് ക്ലാസ് എടുക്കുന്നത്. പറഞ്ഞു വെക്കുന്നത് എന്താണ്? CH തന്നെ പോലെ ഒരു 7ാം കൂലി വർഗീയവാദിയായിരുന്നു എന്ന്. യഥാർത്ഥത്തിൽ ലീഗുകാരുടെ ഈ പ്രമുഖ ആൾ ദൈവത്തെ ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും ആൾ ദൈവമാണ് CH മുഹമ്മദ് കോയ എന്ന് ലീഗുകാർ പ്രചരിപ്പിക്കുന്ന ആൾ ദൈവത്തെ മുസ്ലിം ലീഗിന്റെ വേദിയിൽ ചെന്ന് എന്നേക്കുമായി അപകീർത്തിപ്പെടുത്തുകയാണ്, ഇകഴ്ത്തിക്കാട്ടുകയാണ് ദാവൂദ് ചെയ്തത്. അത് മനസ്സിലാക്കാൻ ത്രാണിയില്ലാത്ത വാഴക്കാട് പഞ്ചായത്തിലെ ലീഗുകാർ ദാവൂദിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ വീഡിയോ കഷണമായി വെട്ടിമുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. ദാവൂദും മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിയും നിർദ്ദയമായി വിമർശിക്കപ്പെടുന്നു എന്ന് പരിതപിക്കുന്ന ടെലിഗ്രാഫിന്റെ മുൻ എഡിറ്റർ രാജഗോപാലിനെ പോലുള്ളവർ ദാവൂദിന്റെ ഈ പ്രസംഗമൊക്കെ സമയം കിട്ടിയാൽ ഒന്ന് കേട്ടു നോക്കണം. നട്ടാൽ കുരുക്കാത്ത നുണ നിരന്തരമായി പ്രചരിപ്പിച്ച് CPM-ലെ ഹിന്ദു നാമധാരികൾ മുസ്ലിം വിരുദ്ധരാണെന്ന് സ്ഥാപിക്കുകയാണ് ദാവൂദിന്റെയും
മീഡിയ ഒന്നിന്റെയും ജമായത്തെ ഇസ്ലാമിയുടെയും ലക്ഷ്യം. ആ കുടിലതയ്ക്ക് മുസ്ലിം ലീഗിന്റെ വേദികളിലും അണികളിലും കിട്ടുന്ന സ്വീകാര്യത നമ്മുടെ സമൂഹത്തിന് വലിയ പരിക്കേൽപ്പിക്കുമെന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതേയുള്ളൂ. മുമ്പില്ലാത്ത വിധം ആഴത്തിലും അടിത്തട്ടിലും ജമായത്തെ ഇസ്ലാമിയുടെ വംശീയ പക കേരളത്തിൽ പടരുകയാണ്. നാം ഇവിടെ ചൂണ്ടിക്കാണിച്ച പച്ച നുണകളിലൂടെയാണ് ആ പക വ്യാപിക്കുന്നത്. അത് തുറന്നു കാട്ടുക എന്നത് ഈ കാലം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ്. പ്രിയപ്പെട്ടവരെ, ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കണേ. അതുപോലെ സാമ്പത്തിക സഹായത്തിന്റെ കാര്യം. ഈ സ്ഥാപനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, സമൂഹത്തിൽ പടരുന്ന നുണകളും വിദ്വേഷ പ്രചരണങ്ങളും തുറന്നു കാണിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ന്യൂസ് ബുള്ളറ്റ് കേരളയെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, കേവലം 10 രൂപയാണ് ഒരു വീഡിയോയ്ക്ക് ഞങ്ങൾ സംഭാവനയായി അഭ്യർത്ഥിക്കുന്നത്. മാസം 100 രൂപയെങ്കിലും സ്ഥിരമായി സംഭാവന നൽകാൻ തയ്യാറുള്ള ഒരു കൂട്ടം പ്രേക്ഷകരുടെ പിന്തുണയിൽ ന്യൂസ് ബുള്ളറ്റ് കേരളയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ കൂടുതൽ സംഭാവന നൽകാൻ തയ്യാറായാൽ വളരെ സന്തോഷം. 7994903388 എന്ന ഗൂഗിൾ പേ നമ്പറിലേക്കാണ് നിങ്ങളുടെ സംഭാവനകൾ അയക്കേണ്ടത്. ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഊർജം. സീതാവൂദിന്റെ നേരത്തെ പറഞ്ഞ 1 മണിക്കൂർ പ്രഭാഷണത്തിലെ അടുത്ത നുണകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.